ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടച്ചക്ക തീയലാണ്. കടച്ചക്ക വറുത്തരച്ച തീയൽ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരിൽ പറയും. ചില സ്ഥലങ്ങളിൽ ചീമച്ചക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കടച്ചക്ക എന്ന് പറയും. എന്തായാലും കടച്ചക്ക എങ്ങനെയാണ് തീയൽ വെക്കുന്നത്, വറുത്തരച്ച് തീയൽ എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കടച്ചക്ക തീയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 250 ഗ്രാം കടച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് ചാറിൻ്റെ കൊഴുപ്പും എരിവിനും ഒക്കെ കുറവും കൂടുതലും വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് അത് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് തേങ്ങ കൊത്തിയത് എടുത്തിട്ടുണ്ട്. ഒരു 2-3 ചില്ലി, അതും എരിവിനനുസരിച്ച്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർ തീയലിനകത്ത് പച്ചമുളക് ചേർക്കത്തില്ല, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുമുണ്ട് ഉപയോഗിക്കാൻ വേണ്ടി. 250 ഗ്രാമിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് ഉപയോഗിക്കുന്നത്, വറുത്തരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു പാനിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുന്നുണ്ട്. ഒരു 80% നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നു. നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ ഒരു വറുത്തെടുക്കുന്നു. ഈ തേങ്ങ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് അടുപ്പത്തിട്ടിട്ട് വേറെ പരിപാടിക്ക് പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കരിഞ്ഞും പോവും, കുറച്ച് കരിയാതെ ഇരിക്കും. അപ്പം നമുക്ക് ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രേവിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ശകലം വെളിച്ചെണ്ണയിൽ ഒഴിച്ച് എടുക്കുക. പിന്നെ തേങ്ങ തിരുമുമ്പോഴും ഒരുപോലെ തിരുമണം, ഇല്ലെങ്കിൽ അത് ഒരുപോലെ വറന്ന് വരത്തില്ല. അപ്പം നമ്മളുടെ തേങ്ങ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് സാധാരണ മുളകാണ് ഉപയോഗിക്കുന്നതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കാശ്മീരി ചില്ലി പൗഡറിന് കുറച്ച് ചൂട് കുറവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. പിന്നെ ഞാനിതിനകത്ത് ഇറച്ചി മസാല, നിങ്ങൾക്ക് വേണേൽ ഇറച്ചി മസാല ഉപയോഗിക്കാം. ഞാനാണെങ്കിൽ വലിയ ജീരകം പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. ചിലർ ഇറച്ചി മസാല ഉപയോഗിക്കത്തേ ഇല്ല, ചിലർ പുളിയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിന് നല്ലൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഇറച്ചി മസാല ഉപയോഗിച്ച്. അല്ലെങ്കിൽ നമ്മളുടെ വലിയ ജീരകം പൊടിച്ചത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് ആ തേങ്ങയുടെ കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. തണുക്കാൻ വേണ്ടി മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. തേങ്ങ കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ മാത്രമേ വറക്കാവുള്ളൂ. നമ്മൾ തേങ്ങ വറുത്ത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നൊരു പാനിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി വഴറ്റിയെടുക്കുക. കുഞ്ഞുള്ളി വഴറ്റാനിട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്നത് വഴണ്ട് കിട്ടും.
കുഞ്ഞുള്ളിയുടെ കൂടെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും, കുഞ്ഞുള്ളി ഒരുമാതിരി വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക അതും കൂടി ഇട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കി അതൊന്ന് വാടത്തക്കോണം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. അത് ചക്കയുടെ വേവിനനുസരിച്ച് മതി. ഒരുപാട് വിളഞ്ഞ ചക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെന്താൽ മതി. ശകലം വിളവ് കുറവുള്ളതാണെങ്കിൽ ശകലം ഏറെ നേരം വേവിക്കണം. അതിനകത്ത് ശകലം ഉപ്പും ഇട്ട് അടച്ച് വെച്ചിട്ട്, ഞാൻ വാങ്ങിയ ചക്ക ഒരു 3/4 വിളഞ്ഞതായിരുന്നു, അതുകൊണ്ടൊരു 5-6 മിനിറ്റ് എടുത്തത് വേവാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മസാല എല്ലാം കൂടെ ഒരു മിക്സറിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത മസാലയെ നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന കടച്ചക്കയ്ക്കകത്തേക്ക് ഒഴിച്ച് 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് വേവിക്കുക. നമുക്ക് അത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് അറിയാം, നല്ലോണം എണ്ണ തെളിഞ്ഞു വരും. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് കടച്ചക്കയിലെല്ലാം പിടിച്ച് നല്ല മസാലയെല്ലാം നല്ല മിക്സായി ഗ്രേവിയെല്ലാം നല്ല തിക്കാകുന്നവരെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നോക്കിയതിന് ശേഷം ശകലം കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം അതിനകത്തെ വറുത്തരയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടുക് വറുത്താൽ മതി. ഞാനാണെങ്കിൽ കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണിതിന്. ട്രൈ ചെയ്തിട്ടില്ലാത്തവ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇറച്ചി മസാലയോ അല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെയോ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി പിഴിഞ്ഞ് വേണമെങ്കിൽ ഒഴിക്കാം. പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ഇറച്ചി മസാല ഉപയോഗിക്കരുത്. നല്ല സ്വാദിഷ്ടമായ കറിയാണ്. നിങ്ങൾക്ക് ഒരു ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.